ഹായ് ഓൾ, എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ. ഞാൻ നേരിട്ടിങ്ങനെ മുഖം കാണിച്ച് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഒരു ആശംസ പറയണം. കാരണം ധാരാളം പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാ മെസ്സേജുകളും തുറന്നു നോക്കാൻ സമയം കിട്ടിയില്ല. കഴിവതും ഞാൻ കിട്ടുന്ന മെസ്സേജിനൊക്കെ അപ്പോൾ തന്നെ റിപ്ലൈ ചെയ്യാറുണ്ട്. എങ്കിലും ആശംസകൾ അയച്ച എല്ലാവർക്കും കോമണായിട്ട് നന്ദി പറയുന്നു. ധാരാളം പേര് മെസ്സേജ് അയച്ചു. എല്ലാവർക്കും നന്ദി. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും നിറകുടമായ യേശുദേവൻ്റെ ജന്മദിനം ലോകമെമ്പാടും കൊണ്ടാടുന്നു. അതിനകത്തിൽ ഒറ്റ സന്ദേശം മാത്രമേ ഉള്ളൂ: പരസ്പരം സ്നേഹിക്കുക. വിദ്വേഷം കളഞ്ഞ് പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളൊരൊറ്റ ഒരു മുദ്രാവാക്യം മാത്രമാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത്. അത് ജനങ്ങൾ എത്രത്തോളം, നമ്മൾ മനുഷ്യർ എത്രത്തോളം അത് പ്രാവർത്തികമാക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. എങ്കിലും സ്നേഹം എന്താണെന്നും അതെങ്ങനെയാണെന്നും കാണിച്ചു തന്ന യേശുദേവൻ നമുക്ക് മാതൃകയായി. അപ്പം ആ മാതൃക നമ്മൾ പരസ്പരം 100% പുലർത്താൻ പറ്റിയില്ലെങ്കിലും കുറച്ചെങ്കിലും നമ്മളുടെ സഹജീവികളോട്, നമ്മുടെ അടുത്തുള്ളവരോട് നമ്മൾ ആ സ്നേഹം കാണിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ സ്നേഹം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരപ്പെടുമ്പോൾ ആ സ്നേഹം, പകരപ്പെടുന്ന സ്നേഹം പിന്നെ ആ ആളത് അതുപോലെ തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും ആ സ്നേഹം കവിഞ്ഞൊഴുകും. ഓക്കെ, നമ്മളിപ്പോൾ ഒരാൾക്കൊരു സ്നേഹം കൊടുത്തു, ആ സ്നേഹം അയാൾ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആളിൽ നിന്നും സ്നേഹം മറ്റൊരാളിലേക്ക് പകരപ്പെടും. അപ്പം അങ്ങനെ പകർന്ന് ഈ ലോകമെമ്പാടും ആ സ്നേഹം പകർന്നാൽ ഇപ്പം ഈ കാണുന്ന വയലൻസോ വിദ്വേഷങ്ങളോ കാര്യമൊന്നും നമ്മുടെ സമൂഹത്തിൽ കാണത്തില്ല. പക്ഷേ മനുഷ്യൻ അതിന് തയ്യാറാകുന്നില്ല. ഓക്കെ, ഞാൻ കൂടുതൽ അതിനെ പറഞ്ഞ് വേറൊരു മേഖലയിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്കിലും പരസ്പരം സ്നേഹിക്കാൻ പഠിക്കുക. അതാണ് നമ്മൾ യേശുദേവൻ പഠിപ്പിച്ചത്. പരസ്പരം സ്നേഹിക്കുക. ഓക്കെ, നമ്മുടെ മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരുടെ കരുണ കാണിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കണ്ട് മറ്റുള്ളവരും അത് പഠിക്കും. അങ്ങനെയാണല്ലോ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇത് എത്തപ്പെടുന്നത്. അങ്ങനെയാണ് ഈ ലോകമെമ്പാടും ഇത് ഓരോരുത്തരിലേക്ക് എത്തിപ്പെടുന്നത്. പക്ഷെ അത് മനുഷ്യൻ പലരും പല ആറ്റിറ്റ്യൂഡാണല്ലോ. അപ്പം നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുക, സ്നേഹിക്കുക, സഹജീവികളോട് കരുണ കാണിക്കുക. ഇതൊക്കെയാണ് നമുക്ക് യേശുദേവൻ പഠിപ്പിച്ചു തന്ന മാതൃക. അത് നമ്മൾ പിന്തുടരാൻ ശ്രമിക്കുക. നമ്മളൊരു മതത്തിനെ അല്ല റെപ്രസെൻ്റ് ചെയ്യുന്നത്, മറിച്ച് ആ ഒരു മനുഷ്യൻ ലോകത്തിനെ കാണിച്ചു തന്ന മാതൃക. അതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി സ്നേഹമാണ്. സ്നേഹം മറ്റുള്ളവരിലേക്കും എത്തിപ്പെടാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക. എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റത്തുള്ളൂ. ഇപ്പോൾ എന്നെ കേൾക്കുന്ന, എന്നെ അറിയുന്ന നമ്മുടെ ഗ്രൂപ്പിൽ മൊത്തത്തിൽ 600-700 പേരുണ്ട്. അല്ലെ, എന്നെ കേൾക്കുന്ന ഒരു 1000 പേരെങ്കിലും കാണുമായിരിക്കും. അപ്പോൾ അവരിൽ 10 പേർക്കെങ്കിലും ഇത് ഒരു മാറ്റം വരാൻ സഹായിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലത്. അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, സഹജീവികളോട് കരുണ കാണിക്കുക, സ്നേഹിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചാർട്ടിനകത്തിൽ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഞാൻ പറയുന്നു ക്രിസ്തുമസ് ആശംസകൾ. എല്ലാവരും ഫാമിലിയായിട്ട്, നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ, എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. ഓക്കെ, അപ്പം ഇന്നത്തെ ചാർട്ടിനകത്തിൽ നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. കാരണം ഞാൻ ഗ്രൂപ്പിലും പറഞ്ഞത് പല പ്രാവശ്യം പല ഓപ്പർച്യൂണിറ്റീസുകൾ ഞാൻ ചൂണ്ടിക്കാണിച്ചായിരുന്നു. അവിടെ നിന്നൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിരന്തരമായിട്ട് എന്തുകൊണ്ട് പറയുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഞാനിങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ പറയുമ്പം നിങ്ങൾക്കത് ചാർട്ടിനകത്തിൽ അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ തന്നെത്താനെ നിങ്ങൾക്ക് നാളെ ഇതുപോലൊരു സിനാരിയോ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ട്രേഡ് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ചാർട്ടിനകത്തിൽ ഇങ്ങനെ കാണിച്ചു തരുന്ന നിർദ്ദേശം. അതാണ് നമുക്ക് ചാർട്ടിനകത്ത് ശരിക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ആ ഓപ്പർച്യൂണിറ്റീസ് വന്നത്, എങ്ങനെയാണ് ഭാവിയിൽ നമ്മൾക്ക് അങ്ങനെ ഒരു അവസരം വരുമ്പോൾ നമ്മളതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇന്നത്തെ ചാർട്ടിനകത്തിൽ ഞാൻ ഗ്രൂപ്പിൽ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ. ഒക്കെ, ഞാൻ ഒരു വീഡിയോ ന്യൂ ഇയറിലേക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അടുത്ത വർഷം നമ്മൾ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കരുത് എന്ന് ഉള്ളൊരു വീഡിയോ, നമ്മൾ എന്തൊക്കെ പാലിക്കപ്പെടണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് ന്യൂ ഇയർ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പം അത് പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ചെങ്കിലും നിങ്ങൾ പാലിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് വിജയിക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ തന്നെ നമ്മുടെ ന്യായം ചലഞ്ച് ഏകദേശം കുറേ ആൾക്കാരിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ധാരാളം പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ചേട്ടാ ഞാനിത് നേരത്തെ അറിഞ്ഞില്ലല്ലോ എന്നുള്ളത് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നേരത്തെ എനിക്ക് പറ്റിയില്ലല്ലോ,
അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത്രയും നഷ്ടം വരത്തില്ലായിരുന്നു പലരും കമൻ്റ് അയച്ചു. ഓക്കെ, ഇനിയെങ്കിലും നിങ്ങൾക്കൊരു മാറ്റം അതുകൊണ്ട് വരാൻ സാധിച്ചെങ്കിൽ ഓക്കെ, ഞാൻ ഹാപ്പി. അപ്പം അത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക. അങ്ങനെ 1, 2, 3, 10, 50, 100 പേരിലൊക്കെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ ഈ ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് മാറ്റം ശരിക്കും ന്യായം ചലഞ്ചിലൂടെ നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ഞാൻ. അത് കുറച്ചെങ്കിലും ആൾക്കാർ ഒരു 50 പേരെങ്കിലും 600 പേരിൽ ഒരു 50 പേരെങ്കിലും അത് പിന്തുടരുന്ന സക്സസ് റേഷ്യോ എനിക്ക് കാണാം. ഡെയിലി ഒരു 100 പേർക്കടുത്ത് നമ്മുടെ പോളിനകത്തിൽ 100 പേർക്കടുത്ത് അവർ ആ ന്യായം പാലിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ സ്ഥിരമായിട്ട് പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് ക്രമേണ നിങ്ങൾക്ക് അത് കറക്റ്റാക്കി എടുത്തുകൊണ്ട് വരാൻ പറ്റും. അപ്പോൾ അങ്ങനെ ന്യായം പാലിച്ച് അടുത്തൊരു വർഷം മുഴുവൻ നിങ്ങൾ ഈ ന്യായം പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷം നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഗ്രീൻ ആകും എന്ന് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. ഓക്കെ, അങ്ങനെ സംഭവിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒത്തിരി ഇന്നലെ ആണെങ്കിൽ പിന്നെ എനിക്കൊരു വിഷമമുള്ളതെന്ന് പറഞ്ഞാൽ ഇന്നലെ എൻ്റെ വീഡിയോയ്ക്ക് ക്വാളിറ്റി വളരെ കുറവായിരുന്നു. അതിൻ്റെ സൗണ്ടിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഡ്യൂട്ടിക്കിടയിൽ അങ്ങനെ ചെയ്തുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. അപ്പോൾ ആ ക്വാളിറ്റി കുറവുള്ളത് കൊണ്ട് ആരും അത് കണ്ടില്ല. വളരെ കുറച്ച് പേര് മാത്രമേ സ്ഥിരമായിട്ട് കാണുന്ന വളരെ കുറച്ച് പേര് മാത്രമേ കണ്ടുള്ളൂ. അപ്പം എനിക്കതിനൊരു കാര്യം പറയാനുള്ളത്, സമൃദ്ധിയിൽ അല്ലെ നല്ല രീതിയിൽ ഇരിക്കുമ്പം അല്ല നമ്മളൊരാളെ സപ്പോർട്ട് ചെയ്യേണ്ടത് അവൻ്റെ കഷ്ടതയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് ആയിരിക്കണം നിങ്ങളുടെ സഹകരണം നിങ്ങൾ കാണിക്കാൻ. ഓക്കെ, അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ സമൃദ്ധിയിലല്ല, മറിച്ച് അവൻ്റെ കഷ്ടതയിൽ ഇരിക്കുമ്പോൾ നമ്മൾ അവനെ സഹായിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും ലൈക്കും കമൻറ്റും ഭയങ്കര വാരിക്കോരിയൊക്കെ തരുന്നുണ്ട്. പക്ഷേങ്കിൽ ചെറിയ പാളിച്ച കണ്ടൻറ്റെല്ലാം ഒന്ന് തന്നെയാണ്, പക്ഷേ അതിൻ്റെ പുറം മോടിക്ക് ശകലം ഒരു ക്വാളിറ്റി കുറവ് വന്നപ്പോഴത്തേക്കും എല്ലാവരും ഇട്ടിട്ട് പോയി. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങൾക്ക് ചില ദിവസങ്ങൾ അദ്ദേഹത്തിന് ചില രീതികളിൽ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളെ സഹായിക്കേണ്ടത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം കൃത്യമായിട്ട് ആ വീഡിയോ ചെയ്തത്. ഞാനിപ്പം ഇന്നലെ കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് വീഡിയോ കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ആ സമയത്ത് തന്നെ ആ വീഡിയോ ചെയ്തത്. എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണമായിരുന്നു. ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ അനാലിസിലേക്ക് വരാം. ഓക്കെ, ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ചെറിയൊരു ഗ്യാപ്പ് അപ്പിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു മാർക്കറ്റ് എന്നല്ലേ. ഇന്ന് വളരെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു മാർക്കറ്റ്. ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇല്ലേ. ചെറിയൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു മാർക്കറ്റ്. 24 അല്ലേ, സോറി, ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ താഴോട്ട് വന്ന് ഇവിടെ കുറച്ച് നേരം ആടി കളിച്ചു ഇല്ലേ. അപ്പം നമ്മൾ ഇവിടുന്ന് ഈ മാർക്കറ്റ് ഈ ഗ്യാപ്പ് അപ്പ് നേരെ മേലോട്ട് മാർക്കറ്റ് പോയായിരുന്നു. ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഈ ഡോട്ടഡ് ലൈൻ കാണുന്നുണ്ടല്ലോ, ഇവിടെയാണ് മാർക്കറ്റ് നേരെ പോയത്, ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് കുറച്ച് മുകളിലോട്ട് പോയി, അതിന് ശേഷം താഴോട്ട് വന്നു. അതിനുശേഷം നല്ല രീതിയിൽ മാർക്കറ്റ് ഒറ്റ സ്ട്രെച്ചിന് നേരെ താഴോട്ട് വന്നു അല്ലേ. താഴോട്ട് വന്ന് നമ്മളുടെ ഈ ലൈന് നമ്മുടെ റേഞ്ചിൻ്റെ അവിടെ വന്ന് ഓൾമോസ്റ്റ് സപ്പോർട്ട് ചെയ്തു. ഈ റേഞ്ചിന് അടുത്ത് വന്നു അല്ലേ. അടുത്ത് വന്നതിന് ശേഷം വീണ്ടും നമുക്ക് ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഈ ഒരു ട്രേഡ് മാത്രമേ എടുത്തുള്ളൂ. ഈ ഒറ്റ ക്യാൻഡിൽ ട്രേഡാണ് ഞാൻ എടുത്തത്. അതായത് അതെങ്ങനെയാണ് എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇച്ചിരി വലുതാക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ ക്യാൻഡിൽ. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. ഇവിടെ ചെറിയൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു മാർക്കറ്റ്. ഇതാണ് ഓപ്പണിംഗ് റേഞ്ച്. മാർക്കറ്റ് അവിടെ നിന്ന് ശേഷം നേരെ താഴോട്ട് പോയി മേലോട്ട് പോയി ഇവിടെ വന്ന് ക്ലോസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം അടുത്ത ഒരു ഡോജി ക്യാൻഡിൽ വീണു. ഈ ഡോജി ക്യാൻഡിൽ എവിടെയാണ് വീണത്? ഈ ഓപ്പണിങ്ങിൻ്റെ താഴെയാണ് വീണത് അല്ലേ. താഴെ അടുത്ത വീണ്ടും ഒരു ക്യാൻഡിൽ വീണു. ഈ ക്യാൻഡിൽ വന്നതും ഈ ഓപ്പണിങ്ങിൻ്റെ താഴെയാണ് വന്നത് അല്ലേ. ഈ താഴെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഓൾറെഡി ഉണ്ട്. പക്ഷേ ഇത് റിസ്കി ട്രേഡാണ്. ഇതൊരു റിസ്ക് ഉള്ളവർക്കും റിസ്കി ട്രേഡേഴ്സ് മാത്രമേ ട്രേഡ് എടുക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞ ആ
എന്താ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന അത് തന്നെയാണ് ഉറച്ചിരിക്കുന്നത്. മാർക്കറ്റ് എവിടെയെങ്കിലും വന്ന് സപ്പോർട്ട് അല്ല റെസിസ്റ്റൻസിൽ എടുക്കുന്നത് മാത്രമേ നിങ്ങൾ ട്രേഡ് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. പക്ഷെ ഞാൻ ഈ ഓപ്പണിംഗ് റേഞ്ചിൽ നിങ്ങൾ ഇത് ഒരു എക്സ്പീരിയൻസ്ഡ് ട്രേഡറിന് മാത്രമുള്ള ഒരു ട്രേഡായത് കേട്ടോ. അപ്പോൾ ഞാൻ ട്രേഡ് ഇവിടെ എടുത്തു. ഇവിടുന്ന് ഇവിടം വരെ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ഞാനിവിടെ പരിപാടി നിർത്തി. ഇത് നിങ്ങൾക്കുള്ള ട്രേഡല്ല, വിട്ട് ഇത് കളഞ്ഞ് ഞാൻ എടുത്തുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതെന്ത് എടുക്കാനുള്ള ആ ഒരു എന്താ അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് ഇവിടെ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഓപ്പണിങ്ങിൻ്റെ അവിടെ തന്നെ വന്ന് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ക്യാൻഡിൽ ആ ഓപ്പണിങ്ങിൻ്റെ താഴെ ക്ലോസ് ചെയ്തു. അതിൻ്റെ അടുത്ത ക്യാൻഡിൽ വീണ്ടും താഴെ ക്ലോസ് ചെയ്തു. ഇതുകൊണ്ട് ഞാൻ എന്തോ ചെയ്തു, ഇവിടെ ഈ സ്റ്റോപ്പ് ലോസ്, ഈ ഹൈ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ടാണ് ഞാൻ ഈ ട്രേഡ് ഇവിടെ എടുത്തത്. താഴോട്ട് പോകണമെന്നുള്ള ഒരു പ്രതീതിയിലാണ് ഞാൻ ട്രേഡ് എടുത്തത്. എനിക്ക് അതുപോലെ തന്നെ കിട്ടി. ഇത് ഈ ഒരു ട്രേഡ് നിങ്ങൾക്ക് എടുക്കേണ്ട ഏക എക്സ്പീരിയൻസ് ട്രേഡറിന് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഈ ട്രേഡ് ഇല്ല. ഓക്കെ, അത് കഴിഞ്ഞു. ഞാൻ എടുത്തുകൊണ്ട് മാത്രം പറഞ്ഞത് കേട്ടോ. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ വന്ന് നേരെ സപ്പോർട്ട് എടുത്തതിന് ശേഷം മാർക്കറ്റ് ഇവിടുന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് ക്ലോസിങ് കിട്ടി ഇല്ലേ. ഗ്രീൻ ക്യാൻഡിൽ ഇതിന് താഴെ ക്ലോസിങ് കിട്ടിയില്ല, ഇതിന് മുകളിൽ. എപ്പോഴും നമ്മൾ നോക്കണം, ഒരു പ്രീവിയസ് ക്യാൻഡിലിൻ്റെ താഴെ ക്ലോസിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഡൗൺ ട്രെൻഡ് നമുക്ക് കൺഫേം ചെയ്യാം. പക്ഷേങ്കിൽ ഇതിവിടെ ക്ലോസിങ് കിട്ടിയേക്കുന്നത് എവിടെയാണ്, മാർക്കറ്റ് മോളി വരെ പോയിട്ടും ഇവിടെ വന്നിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തേക്കുന്നത്, ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിപ്പോൾ ഇവിടെ ഒരു ട്രേഡ് എടുക്കാൻ പറ്റും. ട്രേഡ് എടുക്കുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും, ഇതിന് താഴെ ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇല്ലേ. നമ്മൾ ഇത് കണ്ടുകൊണ്ട് ട്രേഡ് ഇല്ലെങ്കിൽ ഇതിന് കൺഫർമേഷൻ ഇല്ല. ഓക്കെ, നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഇതിപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇതിപ്പോൾ നിങ്ങൾ വേണം ഇതിനൊരു മർബോസോട് കണക്കാക്കും. നിങ്ങൾ എല്ലാ എല്ലാ ചാൻസസും ഞാൻ ഈ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കുറേ ആൾക്കാർ പറയാം, ഓക്കെ ഇതൊരു മർബോസോട് ഞാൻ കണക്കാക്കുന്നത്, അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാനിവിടെ അപ്പോൾ നമ്മൾ മർബോസ് കണ്ടു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ഒരു ക്യാൻഡിലിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അതിൻ്റെ ഫോർമേഷൻ നോക്കിയിട്ട് നമ്മൾ ട്രേഡ് എടുക്കുന്നത്, ശരിയല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ക്യാൻഡിൽ വീണത് എന്തുവാ, ഒരു ഗ്രീൻ ക്യാൻഡിലാണ് വീണത്. അപ്പോഴും മാർക്കറ്റ് എന്തുവാ, ഞാൻ പറഞ്ഞിരിക്കുന്നത് ക്രൈറ്റീരിയ എന്തുവാ, 50% കട്ട് ചെയ്യണം ഇല്ലേ. 50% കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇത് ഇൻവാലിഡ് ആകത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് വാലിഡാണ്. അപ്പോൾ ഇപ്പോഴും ഈ ക്യാൻഡിൽ കാണുമ്പോഴും നിങ്ങൾ എന്തുവാ പറയുന്നത്, ഇത് മർബോസമാണ്, മാർക്കറ്റ് താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. അടുത്ത ക്യാൻഡിൽ വീണു. അടുത്ത ക്യാൻഡിൽ എടുപ്പോൾ എന്ത് ചെയ്തു, ഇതിന് 50% കട്ട് ചെയ്തു ഇല്ലേ. ഇപ്പം നമുക്കിവിടെ എൻട്രി ഉണ്ട് ഇല്ലേ. എൻട്രി നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും. ഒന്നുകിൽ ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ലൈനായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. നമ്മൾ ഒന്നുകിൽ ഇവിടുന്ന് എക്സിക്യൂട്ട് ചെയ്തു, അല്ലെങ്കിൽ ഇവിടുന്ന് എക്സിക്യൂട്ട് ചെയ്തു. ഇത് എവിടം വരെ പോയി, അടുത്ത് നല്ലൊരു സൂപ്പർ ക്യാൻഡിൽ വീണു. നമ്മളുടെ ഓപ്പണിങ് ഡോട്ട് ലൈനാണ്. ഈ ഓപ്പണിങ്ങിൻ്റെ മുകളിൽ ക്ലോസിങ് ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ഈ ഒരു സ്ട്രെങ്ത് ക്യാൻഡിൽ കണ്ടപ്പോൾ തന്നെ, ഈ ഒരു ഫുൾ സ്ട്രെങ്ത് ക്യാൻഡിൽ, നല്ല ഫുൾ സ്ട്രെങ്ത് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത് ഇല്ലേ. അപ്പോൾ തന്നെ നമുക്ക് കൺഫേം ആയി മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകുന്നു. അങ്ങനെ മാർക്കറ്റ് മുകളിലോട്ട് പോയി നമ്മുടെ ബോക്സ് ബ്രേക്ക് ചെയ്തു. ചെയ്തപ്പോൾ ഇവിടുന്ന് കയറിയവർക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങാം. ഇവിടെ എത്ര പോയിന്റ് കിട്ടി, ഇവിടുന്ന് ഏകദേശം 23,720 ഏകദേശം 60 പോയിൻറ്റോളം ഇവിടുന്ന് മാർക്കറ്റ് ട്രാവൽ ചെയ്തു. 80 പോയിൻറ്റ് നമുക്ക് ഇവിടെ കിട്ടി. 80 പോയിൻറ്റ് ഇവിടുന്ന് ഇവിടം വരെ 80 പോയിൻറ്റ് കിട്ടി. വേണമെങ്കിൽ ന്യായം പാലിച്ച് നിങ്ങൾക്കൊരു ATM ആണെന്നുണ്ടെങ്കിൽ ഒരു 30-40 പോയിൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടി. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങാം. ഇല്ല, കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്രൈറ്റീരിയ എന്തുവാ, ഈ ബോക്സ് വേണമെങ്കിൽ നമ്മുടെ ബോക്സ് ഇവിടെ ഇറങ്ങി. ഇനി ബോക്സിൻ്റെ അവിടെ നിന്ന് ഒരു എൻട്രി വേണമെങ്കിൽ നമുക്ക് എങ്ങനെ നോക്കുന്നത്, ബോക്സിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒരു ക്ലോസിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തു. 80% 75% നമുക്കിവിടെ ക്ലോസിങ് കിട്ടി ഈ ഗ്രീൻ ക്യാൻഡിൽ ഇല്ലേ. അപ്പോൾ നമ്മുടെ SL എവിടെയായിരിക്കും, SL ഈ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ താഴെ ഇവിടെ ആയിരിക്കും നമ്മുടെ SL ഇല്ലേ. ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിന് കുറച്ച് താഴോട്ടിരിക്കും. നമ്മളെ ഓരോ സിനാരിയോ അനുസരിച്ച് വേണം, ഓരോ ഏരിയയിലെ ട്രേഡിങ്ങിൻ്റെ ആ സ്വഭാവം അനുസരിച്ച് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാൻ. അപ്പം ഇവിടെ ചെറിയ ക്യാൻഡിൽ ആയതുകൊണ്ട് ഇതിന് താഴെ അല്ലെങ്കിൽ ഇതിന് താഴോട്ട് നീക്കി നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമ്മളിവിടെ ട്രേഡിന് കയറുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഈ ക്യാൻഡിൽ കൊണ്ടുകൊണ്ട് ട്രേഡ് കയറി മാർക്കറ്റ് നേരെ ഇതൊരു റീടെസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. റീടെസ്റ്റ് എന്നിട്ട് മാർക്കറ്റ് വീണ്ടും നേരെ തിരിച്ച് മേളിൽ പോയി നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചു. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ 23,806 മുതൽ 71 വരെ ഏകദേശം 65 പോയിൻറ്റ് നിങ്ങൾക്ക് ഇവിടം വരെ കിട്ടി. അല്ല, ഇവിടുന്ന് ഹോൾഡ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 150 പോയിൻറ്റോളം കിട്ടി. സുന്ദരമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് ഉണ്ടായിരുന്നു. ശരിയല്ലേ പറഞ്ഞേ. ഓക്കെ, അടുത്ത ട്രേഡ് ഇത് കഴിഞ്ഞു. ഓക്കെ, സമയം പോകുന്നുണ്ട്, പക്ഷേ സൗകര്യമുള്ളവർ കേട്ടാൽ മതി. എനിക്ക് എത്ര പറയാനുള്ളൂ. ഞാൻ അങ്ങനെ ഈ കയ്യിലും കാലിലും പിടിച്ച് വർത്തമാനം പറയുന്നില്ല. ഓക്കെ, അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും റെസിസ്റ്റൻസ് തട്ടിയിട്ട് അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ മുകളോട് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കണം. ഇവിടെ നമ്മൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ മാർക്കറ്റ് കറക്റ്റായിട്ട് നമ്മൾ വരച്ച ലൈനിൽ പോയി റെസിസ്റ്റൻസ് എടുത്തിട്ട് നേരെ മാർക്കറ്റ് ഇവിടെ ഒരു ഡോജി ഉണ്ടാക്കി ഇല്ലേ. ഡോജി ക്യാൻഡിൽ വന്നു, റെഡ് ക്യാൻഡിൽ വീണു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, മാർക്കറ്റ് ഇവിടുന്ന്
നേരെ തിരിച്ചൊരു റിവേഴ്സലിനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ഓൾറെഡി ന്യായം പാലിച്ചവർക്ക് ട്രേഡ് കഴിഞ്ഞു. ന്യായം പാലിച്ചവരുടെ ട്രേഡ് ഇവിടെ കഴിഞ്ഞു. ഇനി റിസ്കി ട്രേഡേഴ്സ്, ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറാണ് എന്നുള്ളവർക്ക് ഇവിടെ ട്രേഡ് എങ്ങനെയാണ്? ഇവിടുന്ന് റിജക്ഷൻ വന്നു, ഇവിടുന്ന് ഒരു റിജക്ഷൻ നമുക്ക് വന്നു, അതിനുശേഷം വീണ്ടും ഇവിടെ റിജക്ഷൻ വന്നു അല്ല. ഈ ക്യാൻഡിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ റിജക്ഷനെ കണ്ടു കയറാം, അല്ലെങ്കിൽ ഈ റിജക്ഷനെ കണ്ടു കയറാം. ഇവിടെ നമ്മൾ റിസ്ക് എടുക്കുന്നവരാണ് എന്ത് ചെയ്യും? ഇവിടെ ഈ ഡോജി ക്യാൻഡിൽ വന്നപ്പോൾ തന്നെ ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഒരു പി എടുക്കും. മനസ്സിലായി പറഞ്ഞത്? ഇവിടുന്ന് റിജക്ഷൻ വന്നു, ഈ ഡോജി ക്യാൻഡിൽ കണ്ട്, ഇതിനെന്താ ഇൻഡിസിഷണൽ ക്യാൻഡില്ല ഇല്ലേ, അങ്ങോട്ടോ ഇങ്ങോട്ടോ നല്ല നിൽക്കുക. അപ്പോൾ നമ്മളിവിടെ റിസ്ക് എടുക്കുന്നു. ചെറിയ സ്റ്റോപ്പ് ലോസ്, വെരി സ്മോൾ സ്റ്റോപ്പ് ലോസേ ഉള്ളൂ ഇല്ലേ. ഇതിന് മുകളിൽ 5, 10, 15 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമ്മളിവിടെ ഒരു ട്രേഡ് എടുക്കുന്നു. അങ്ങനെ എടുത്താൽ സുഖമായിട്ട് നമുക്ക് ഇവിടുന്ന് കുറേ നേരം കൊണ്ട് മാർക്കറ്റ് ഇത്രയും വരെ കിട്ടി. കാരണം നമ്മുടെ ഇതാണ് മെയിൻ പോയിന്റ്. എന്താണ്? നമ്മുടെ ഓപ്പണിംഗ് റേഞ്ച്. ആ ഓപ്പണിംഗ് റേഞ്ചിൽ വന്ന് ഞാൻ ഇതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ കൃത്യമായിട്ട് ഞാൻ ടൈം ടു ടൈം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ ലെവൽസിലും ടൈം ടു ടൈം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കയറിയവർക്ക് സുഖമായിട്ട് ഇവിടെ ഇറങ്ങാം, അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങാം, അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങാം, അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങാമായിരുന്നു. എവിടെ വേണമെങ്കിലും ഇറങ്ങാം. നിങ്ങൾക്ക് ചെറിയ ചെറിയ നമുക്ക് 20 പോയിൻറ്റ് 30 പോയിൻറ്റ് സുന്ദരമായിട്ട് കിട്ടും. ന്യായം പാലിക്കുന്നവർക്ക് സുന്ദരമായിട്ട് ട്രേഡുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ മാർക്കറ്റിൻ്റെ ശേഷം ട്രേഡ് പറയുകയല്ല, ഒരു മാർക്കറ്റ് അവസാനിച്ച ശേഷം അതിങ്ങനെ ഇങ്ങനെ ഞാൻ പറയുകയല്ല. ഇതെല്ലാം ഓരോരോ സമയം ടൈം ടു ടൈം ഞാൻ നമ്മുടെ യൂട്യൂബിൻ്റെ ഗ്രൂപ്പിനകത്തിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിയാണോ തെറ്റാണോ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും എന്ത് ചെയ്തു? മാർക്കറ്റ് വീണ്ടും നേരെ നോക്കിക്കേ, ഇവിടുന്ന് മാർക്കറ്റ് പതുക്കെ ഗ്രൈൻഡ് ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്തു? താഴോട്ട് ഇവിടെ വരെ വന്നു. അതിനുശേഷം വീണ്ടും ഇവിടുന്ന് റിജക്ഷൻ വന്ന് എന്തുവാ? നമ്മുടെ ബോക്സിൻ്റെ അതേ ലൈനിൽ തന്നെ വന്ന് റെസിസ്റ്റൻസ് എടുത്തു ഇല്ലേ. അതിനുശേഷം മാർക്കറ്റ് പതുക്കെ ഗ്രൈൻഡ് ചെയ്ത് താഴോട്ട് പോയി. ഇവിടെയൊക്കെ നിങ്ങൾക്ക് അവസരങ്ങളുണ്ടായിരുന്നു, സുന്ദരമായിട്ട് നിങ്ങൾക്ക് ഇവിടെയൊക്കെ അവസരം ഉണ്ടായിരുന്നു. കാരണം ഞാൻ വരച്ചിട്ട ലൈനുകളെല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇല്ലേ. ഇവിടെ ഇത് വർക്ക് ചെയ്തിട്ടുണ്ട്, തിരിച്ച് ഇവിടെ വന്ന് ഈ നമ്മുടെ ഓപ്പണിംഗ് ലെവൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, നേരെ താഴെ വന്ന് നമ്മുടെ ബോക്സിൻ്റെ ഇവിടെ വന്ന് ഇത് വർക്ക് ചെയ്തിട്ടുണ്ട്. വരച്ചിട്ട എല്ലാ ലൈനുകളും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ തന്ന ലൈനുകളെല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്തു. നിങ്ങൾക്ക് നോക്കി കണ്ട് ട്രേഡ് എടുക്കാൻ, അത് ഈ ചാർട്ടിനകത്തിൽ കൃത്യമായിട്ട് നോക്കി. ചില സമയത്ത് നമ്മൾ ചില റിസ്ക് എടുക്കണം. ഇവിടെ റിസ്കി ട്രേഡായത്. കാരണം ഈ ഡോജി ക്യാൻഡിൽ കണ്ടുകൊണ്ട് നമുക്ക് ചെറിയ സ്റ്റോപ്പില്ല. പക്ഷേ അപ്പോൾ നമുക്ക് നഷ്ടം വളരെ കുറവായിരിക്കും. 10 അല്ലെങ്കിൽ 15 പോയിൻറ്റ് നമുക്കിവിടെ നഷ്ടം വരത്തുള്ളൂ. പോയാലും എത്രയാണ്? 250 അല്ലെങ്കിൽ 375 രൂപ നമുക്ക് നഷ്ടം വരത്തുള്ളൂ. 10 പോയിൻറ്റ്, ഈ 10 പ്രീമിയത്തിൽ 10 പോയിൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 20-25 പോയിൻറ്റ് ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടും. മനസ്സിലായി? പ്രീമിയം 10 പോയിൻറ്റ് 250 രൂപയുടെ നഷ്ടമുള്ളൂ. 250 രൂപയുടെ റിസ്കിനകത്തിൽ നമുക്ക് ഈ ട്രേഡ് ഇവിടം വരെ കിട്ടും ഇല്ലേ. ഏകദേശം 1000 രൂപയ്ക്ക് അടുത്ത് നമുക്ക് കിട്ടും 250 രൂപയുടെ റിസ്കിനകത്തിൽ. ഇങ്ങനെയാണ് നമ്മൾ ട്രേഡ് കണ്ടുപിടിക്കുന്നത്. കാരണം ഇവിടെ സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതാണ്. ചെറിയ സ്റ്റോപ്പ് ലോസിൽ എപ്പോഴും നമ്മൾ റിസ്ക് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനാണ് ഞാൻ പറയുന്നത്, എപ്പോഴും മാർക്കറ്റ് ഒരു സപ്പോർട്ടിലോ റെസിസ്റ്റൻസിലോ വരുമ്പോൾ മാത്രമേ നമ്മൾ ട്രേഡിനെ പറ്റി ചിന്തിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞാണ്. യൂട്യൂബിൽ ഞാൻ നിങ്ങൾക്ക് കേൾക്കാത്തവർക്ക് വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ താഴെ ഒരു യൂട്യൂബിൻ്റെ ഒരു വാട്സപ്പ് ചാനലിൽ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അവിടെ കയറി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലെവലുകൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. ഇനി നാളെ എന്ത് സംഭവിക്കുന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. നാളെ അല്ല, 26-ാം തീയതി ഇനി ലെവലുകൾ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ബോക്സ് ഇനിയിപ്പോൾ നമ്മുടെ ഈ ബോക്സിന് അത്ര വാലിഡിറ്റി പോരാ. ഈ ബോക്സിൻ്റെ വാലിഡിറ്റി മാറി. ബോക്സിൻ്റെ വാലിഡിറ്റി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോക്സിൻ്റെ മുകളിലത്തെ അപ്പർ ലൈൻ കുറച്ചുകൂടെ മേലോട്ട് കയറ്റാം. ബോക്സ് ഇപ്പോൾ ഇങ്ങനെയായി. ഓക്കെ, ഈ ലൈൻ കഴിഞ്ഞു. ഈ ലൈനിൻ്റെ കോൾ കഴിഞ്ഞു. നമ്മുടെ ഈ ലൈൻ ഇതില്ല ഇനി. ഓക്കെ, ബോക്സിൻ്റെ റേഞ്ച് മാറി. ബോക്സ് ഇനി നമുക്ക് ഈ ലൈന് ഇതും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ കോൾ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ബോക്സാണ് ഇനി അടുത്ത്. നമ്മുടെ ഈ ബോക്സാണ്. ഈ ബോക്സ് എന്ത് സംഭവിക്കുന്നു അടുത്ത ദിവസം 26-ാം തീയതി സംഭവിക്കുന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പം ഓൾറെഡി സപ്പോർട്ടിനകത്തിലാണ് മാർക്കറ്റ്. ഇപ്പോൾ ക്ലോസ് ചെയ്തേക്കുന്നത് 23,727 ഏകദേശം. ഈ ഇപ്പോൾ ക്ലോസിങ് ഇവിടെ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ഇനിയും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, നമ്മുടെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ റേഞ്ച്.
ഞാൻ റേഞ്ച് വരച്ചത്. മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യണം, ഇതിനകത്ത് ഓപ്പൺ ചെയ്യണം മാർക്കറ്റ്, ഇതിനകത്തോ അല്ല ഈ ലൈനകത്തോ, ഈ ലൈനകത്ത് ഇതിനകത്ത് ഓപ്പൺ ചെയ്യണം. ഈ ലൈൻ കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലായല്ലോ. ഈ 2 ബ്ലൂ ലൈനകത്ത് മാർക്കറ്റ് ഓപ്പൺ ആവണം. ഓപ്പൺ ആയതിന് ശേഷം എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു നോക്കുക. ഈ ബോക്സും ബ്രേക്ക് ചെയ്ത് ഇതിന് താഴെ ഇല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി അല്ലേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ബോക്സ് ഇങ്ങനെ ആക്കിയേക്കാം, ഇങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ വലിയ ബോക്സ് 871, 640, 200 പോയിൻറ്റിൻ്റെ ഒരു ബോക്സാണ്. പക്ഷേ ഈ ബോക്സ് നമുക്ക് ഇങ്ങനെ നിലനിർത്തിയേ ഒക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തും ഈ ബോക്സിനകത്തും, അപ്പോൾ ഈ ബോക്സ് വീണ്ടും നമ്മൾ ബ്ലൂ വരയ്ക്കേണ്ടി വരും. ഓക്കെ, ഇങ്ങനെ വരയ്ക്കട്ടെ. ഓക്കെ, ഇങ്ങനെ ഇരുന്നോട്ടെ. ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നതെന്ന് നോക്കുക. ഓക്കെ, ഈ ബോക്സ് ഞാൻ വരച്ചതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബോക്സ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു അപ് ട്രെൻഡ് മുകളിലോട്ട് കിട്ടും. താഴെ പൊട്ടിക്കഴിഞ്ഞാൽ, ഈ ബോക്സ് താഴെ പൊട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ലൈൻ, ഇതൊരു ഡേ ക്യാൻഡിൽ ട്രെൻഡ് ലൈനാണ്, ഈ ട്രെൻഡ് ലൈൻ പൊട്ടിക്കണം. പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺഫർമേഷനാണ് മാർക്കറ്റ് പിന്നെ ഫർദറായിട്ട് നല്ലപോലെ പൊട്ടും എന്നുള്ള കാര്യത്തിൽ കൺഫർമേഷനാണ് ഈ ട്രെൻഡ് ലൈൻ പൊട്ടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ മാർക്കറ്റ് ഇതിനകത്ത് നിൽക്കണം. ഇതിനകത്ത് നിന്നതിന് ശേഷം എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നത് നോക്കിയിട്ട് നമുക്ക് ഇവിടെ ടാർഗറ്റ് ഉണ്ട്. ഇവിടുന്ന് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇവിടെ വരെ നമുക്ക് ടാർഗറ്റ് കിട്ടും. പക്ഷെങ്കിൽ ഇതിൻ്റെ മുകളിൽ പോയാൽ നമുക്ക് കൺഫർമേഷനാണ് മാർക്കറ്റ് പിന്നെ ഒരു നല്ല റാലി മുകളിലോട്ട് നമുക്ക് കിട്ടും എന്നുള്ളൊരു കൺഫർമേഷനാണ്. അതുപോലെ തന്നെ താഴോട്ട് ഇത് ബ്രേക്ക് ചെയ്താൽ താഴോട്ട് വന്ന് ഈ ട്രെൻഡ് ലൈനോട് ബ്രേക്ക് ചെയ്താൽ കൺഫർമേഷനാണ് മാർക്കറ്റ് വീണ്ടും താഴോട്ട് പോകുന്നത്. പിന്നെ 23,500 സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. അവിടെ നിന്നും പൊട്ടിയാൽ പിന്നെ ഒരു നല്ല പൊട്ടൽ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് താഴോട്ടുള്ള വരയ്ക്കാം. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇതിവിടെ 1, ഇത് 2, ഇതൊന്നും ഇല്ല, ഇത് 3, ഇവിടെ കിടപ്പുണ്ടല്ല പഴയത്, ഇത് 4, ഇത്രയും മതി. 4 ഇത്ര ഇവിടെ കിടന്നോട്ടോ. ഓക്കെ, മുകളോട്ടും എല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഇവിടുന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് ഇത് നോക്കാം, കുഴപ്പമില്ല. ഇത് വേണ്ട. ഈ ബോക്സ് ഞാൻ വരച്ച ഉദ്ദേശം വെച്ചാൽ ആ ബോക്സിന് ഒരു പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ ബോക്സ് വരച്ചത്. കാരണം അത് നമുക്കൊരു കൺഫർമേഷനാണ്. ആ ബോക്സ് മാർക്കറ്റ് എങ്ങോട്ട് തിരിയും എന്നുള്ളതിനുള്ളൊരു കൺഫർമേഷനാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ബോക്സ് വരച്ചിട്ടേക്കുന്നത്. ഓക്കെ, 3, 24, 160. ഓക്കെ, അത്രയും ഭാഗം അവിടെ നിൽക്കട്ടെ. ഇനി ഒരെണ്ണം വരയ്ക്കേണ്ടി വരുമോ എന്ന് തോന്നുന്നു. ഒരെണ്ണം കൂടെ വരയ്ക്കേണ്ടി വരും, കാരണം മുകളിലോട്ട് കുറവ്. ഇതൊരു പ്രധാനപ്പെട്ട ലൈനാണ്. ഒക്കെ ഇവിടുന്ന് ഇനി ഇങ്ങോട്ട് ഇത്ര 24,500. ഓക്കെ, ഇത്രയാണ് നമുക്ക് 26-ാം തീയതി വ്യാഴാഴ്ചത്തേക്കുള്ള, ഇന്നിപ്പോൾ വ്യാഴാഴ്ചത്തേക്കുള്ള ലെവലുകൾ ഇത്രയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇതിനകത്ത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്ഥിരം പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് എന്നെ ശരിക്കും ഫോളോ ചെയ്യുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് സുന്ദരമായിട്ട് ഇന്ന് പോളിട്ടില്ല, പോള് മറന്നുപോയി. സുന്ദരമായിട്ട് നിങ്ങൾക്ക് വിജയിക്കാനെന്ന് സുന്ദരമായിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ട്രേഡ് നിങ്ങൾക്ക് സുന്ദരമായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ശരിക്കും കഴിവ് നിങ്ങൾ വീഡിയോ കാണുക, പ്രൈസ് ആക്ഷൻസ് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ കുറേ നാൾ നിങ്ങൾ പരിചയിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുന്ദരമായിട്ട് ആരെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. കൂടുതൽ പറഞ്ഞ് തീർപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും നാളെ ഒരു അടിപൊളി ക്രിസ്തുമസ് ആശംസിക്കുന്നു. എല്ലാവരും ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്ക് ടൈം കൊടുക്കുക, ട്രേഡിനെ മാറ്റി വെക്കുക. ഓക്കെ, ഫാമിലി ടൈം എൻജോയ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ക്രിസ്തുമസ് ആശംസകൾ. താങ്ക് യു ഓൾ.